ഇന്നൊരു കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, റെഡ്ബീ കപ്പ് കേക്ക്. അപ്പോൾ ഇതിന് റെഡ്ബീ കപ്പ് കേക്ക് എന്ന പേരിടാൻ കാരണം റെഡ്ബീ കേക്ക് പോലെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ കപ്പ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഇത് പൊടിച്ചിട്ടൊന്നുമില്ല, സാധാരണ പഞ്ചസാരയാണ്. പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് 1/2 ടീസ്പൂണിൻ്റെ മെഷർമെൻ്റ് ആണ്, അതുകൊണ്ടാണ് 2 തവണ ഒഴിച്ചത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഫോമി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഡബിൾ സൈസിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടറിൻ്റെ സ്ഥാനത്ത് റിഫൈൻഡ് ഓയിൽ ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം തണുപ്പിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തത്. ഏത് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ഈ ബട്ടർ മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്ലവർ മിക്സ് ആണ്. അപ്പോൾ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് അരിച്ചിട്ട് മിക്സ് ചെയ്ത് ബാക്കി അരിച്ച് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഒറ്റയടിക്ക് തന്നെ അങ്ങ് ഫുൾ ചേർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ബീറ്റർ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പക്ഷേ ബീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്പീഡിൽ, അതായത് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പതഞ്ഞ് വന്ന മുട്ടയൊക്കെ താഴ്ന്നു പോകും. പിന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ബീറ്റർ ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ പൊടി മുഴുവൻ പറന്നു പോകും. ലോ സ്പീഡിലിട്ട് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുകയാണ്. കറക്റ്റ് 1/4 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിലൊരു 3 ടേബിൾ സ്പൂണോളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ചേർത്താൽ മതി. അപ്പോൾ ഈ പാൽ ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബീറ്റർ മാറ്റാം. ഇനി ഒരു സ്പാച്ചില എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്താലും കുറച്ചൊക്കെ പൊടിയൊക്കെ അടിയിൽ ഒട്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പാച്ചില ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് 3 ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വലിയൊരു സ്പൂണിലെടുത്തിട്ടാണ് 3 ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എടുത്താലും ഈക്വലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും 3 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ അത് എടുക്കണമെന്നുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റെഡ്ബീ കേക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 കളേഴ്സിലുള്ള കേക്കും വെവ്വേറെയാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഐസിങ് ചെയ്യുന്ന സമയത്ത് അത് ഒരുമിച്ച് വെച്ചിട്ട് ഐസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിന്ന് ഈ കപ്പ് കേക്കിന് ചെയ്യുന്നത് 3 കളേഴ്സും കൂടി ഒരുമിച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ 3 ഈക്വലായിട്ട് തന്നെ ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്നിനെ ചോക്ലേറ്റ് ഫ്ലേവർ ആക്കണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റെഡ് കളറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാജിക് റെഡിൻ്റെ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ജെൽ കളർ ഇല്ലെങ്കിൽ ലിക്വിഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ലിക്വിഡാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരുമെന്ന് മാത്രം, നല്ലൊരു കളർ കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വലിയൊരു ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നോക്കാം കളർ എങ്ങനെയുണ്ടെന്ന്. കണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ 3 കളേഴ്സിലെ ബാറ്റേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ പേപ്പർ കപ്സ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ 5 ഗ്ലാസും ഡിഫറെൻറ്റ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കണമെന്നൊരു നിർബന്ധമില്ല, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ആ ഗ്ലാസ് അതേപടി എടുത്തിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഇനി ഓയിൽ ബ്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് അളവിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഈ 3 ബാറ്ററിൽ നിന്നും എല്ലാ ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നിറച്ചൊന്നും ഒഴിക്കരുത്. ഒരു 1/2 ഗ്ലാസ്സോളമൊക്കെ ഇത് നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ ബേക്കായി വരുന്ന സമയത്ത് ഇത് പൊങ്ങി പുറത്തേക്ക് ഒലിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരളവ് നിങ്ങൾ എടുക്കുക. ഒരു സ്പൂണോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും അളവിന് വേണ്ടിയിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ കളറിൽ നിന്നും തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 3 കളറിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കേക്കിന് ചെയ്യുന്നത് പോലെ തന്നെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി
ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് മുമ്പ് തന്നെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ 1 മണിക്കൂർ ആയപ്പോഴാണ് നല്ലൊരു കേക്കിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. അതിനർത്ഥം നമ്മളുടെ കപ്പ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് കപ്പ് കേക്കൊക്കെ ഇപ്പോൾ ഇവിടെ തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു 20-25-30 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഇത് കറക്റ്റ് 1 അവർ എടുത്തു. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് വരും കേട്ടോ. ഇനി അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നൈഫ് വെച്ച് അകത്തോടെ ഒന്ന് നമ്മൾ കേക്കിന് ചെയ്യില്ല അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ കണ്ടോ ഈസി ആയിട്ട് ഇങ്ങനെ പോരും. കണ്ടല്ലോ 3 കളേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ റെഡ്ബി കേക്കിന് എങ്ങനെയാണോ അതുപോലെ തന്നെ 3 കളേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ ഗ്ലാസ്സിൽ നിന്ന് പോരുകയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ നൈഫ് നല്ല സ്മൂത്തായിട്ടാണ് കേക്കിലൂടെ പോയത്. അപ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. കണ്ടോ കാണാനും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് 3 കളേഴ്സും. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കപ്പ് കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ശരിക്കും ഒരു മാർബിൾ കേക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും ഫീലും ആണ് ഈ ഒരു കപ്പ് കേക്ക് കഴിക്കുമ്പോൾ. നല്ല സ്പോഞ്ച് ആയിട്ടൊരു കപ്പ് കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെഡ്ബി കപ്പ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.